എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് വന്നിരിക്കുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ ടോപ്പിക് എന്ന് പറയുന്നത് മാനിഫെസ്റ്റേഷൻസ് നമ്മൾ ചെയ്യണം, അത് റിയാലിറ്റിയിൽ കൊണ്ടുവരണം എന്ന് ഞാനുൾപ്പെടെ എല്ലാവരും പറയുമ്പോൾ നമ്മൾക്ക് പലപ്പോഴും നമ്മളോട് തന്നെ തോന്നുന്ന ഒരു ചോദ്യമാണ്, മാനിഫെസ്റ്റേഷൻസ് ഒന്നും നടക്കുന്നില്ലല്ലോ, ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ മാനിഫെസ്റ്റേഷൻസ് ചെയ്യുമ്പോൾ അവിടെ എന്തുകൊണ്ടാണ് അത് റിയാലിറ്റിയിലേക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഫിസിക്കൽ വേൾഡിലേക്ക് നിങ്ങൾ ആഗ്രഹിച്ച ആഗ്രഹം നടക്കാതെ പോകുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചില കാര്യങ്ങൾ എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുകയാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക. ആദ്യമായിട്ടാണ് ഈ ചാനൽ അല്ലെങ്കിൽ വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, വ്യൂവേഴ്സ് ആയിട്ടുള്ള ഓരോ വ്യക്തികളോടും നിങ്ങൾ തരുന്ന ആ ഒരു പ്രോത്സാഹനത്തിനും സ്നേഹത്തിനും സപ്പോർട്ടിനും നല്ല സജഷൻസിനും മോട്ടിവേഷനും എല്ലാത്തിനും ഈശ്വരൻ്റെ നാമത്തിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുകയാണ്. അപ്പോൾ മാനിഫെസ്റ്റേഷൻ എന്താണ്, മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് എന്താണ് എന്നൊക്കെ നമ്മൾക്കെല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മൾ ആഗ്രഹിക്കുമ്പോൾ ആ ആഗ്രഹങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു ടൈം പീരീഡിനകത്ത് നമ്മൾക്ക് അത് റിയാലിറ്റിയിലേക്ക് എത്തുന്നില്ല. അങ്ങനെ നമ്മൾ എത്താതാവുമ്പോൾ ഇതിനോട് നമുക്ക് തന്നെ ഒരു നെഗറ്റിവിറ്റിയൊക്കെ വന്നിട്ട് നമ്മൾ ഡ്രോപ്പ് ചെയ്യുകയാണ്. നമ്മൾ വീഡിയോസൊക്കെ കാണുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകങ്ങളൊക്കെ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ് ഒക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ വഴി ഇന്നതൊക്കെ ആഗ്രഹങ്ങൾ നേടിയെടുത്തു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് അതിനോടൊക്കെ ഒരു നെഗറ്റിവിറ്റിയാണ്. ഞാൻ ശ്രമിച്ചിട്ട് നടന്നില്ലല്ലോ, പിന്നെ മറ്റുള്ളവർ ചെയ്തു എന്നുള്ളത് കേട്ടിട്ട് വലിയ പ്രയോജനമൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നമ്മൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻസ് ഒന്നും റിയാലിറ്റിയിലേക്ക് വരാതിരിക്കാനുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങളെക്കുറിച്ചാണ്. അത് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുമ്പോൾ പുതിയ കാര്യങ്ങൾ സംഭവിക്കുക എന്ന് മാത്രമല്ല, നമ്മളുടെ ജീവിതത്തിൽ പഴയതിൽ ആ ഒരു പാസ്റ്റിൽ നമ്മളിങ്ങനെ ക്യാരി ഓവർ ചെയ്ത് പോകുമ്പോൾ അതിൽ നിന്നൊരു പുതിയ മാറ്റം നമ്മൾക്ക് തന്നെ തോന്നും, ഇത് എൻ്റെ ജീവിതത്തിന് നല്ലതൊന്നും സെർവ് ചെയ്യുന്നില്ല, ഇറ്റ് ഈസ് നോട്ട് വർക്കിംഗ് ഫോർ മൈ ഹയസ്റ്റ് ഗുഡ്, അപ്പോൾ അതിൽ നിന്ന് എനിക്ക് മാറിയേ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ ജീവിതത്തിൽ ഒരു മാറ്റം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം എല്ലാ മാനിഫെസ്റ്റേഷൻസിൽ വരും. ഇപ്പോൾ ഒരു ബാഡ് റിലേഷൻഷിപ്പിലായിരുന്നു, അപ്പോൾ അതെനിക്ക് നല്ലതൊന്നും പ്രദാനം ചെയ്യുന്നില്ല, വേദനകൾ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാൻ എത്രത്തോളം പരിശ്രമിച്ചിട്ടും എൻ്റേതായിട്ടുള്ള രീതിയിലേക്കൊന്നും അത് എത്തുന്നില്ല, അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് നടന്ന് നീങ്ങണം. അല്ലെങ്കിൽ ഒരു ജോലി ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ നമ്മൾ ജോലി ചെയ്യുമ്പോൾ ഏതെങ്കിലും ഓർഗനൈസേഷൻസിലൊക്കെ ജോലി ചെയ്യുമ്പോൾ അത് എന്നെ ചൂഷണം ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഒന്നും ആ ഒരു രീതിയിലൊന്നും എനിക്കവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഒരുപാട് ടോർച്ചറിങ് ഉണ്ടാകുന്നു, മറ്റുള്ളവർ എന്നെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു എന്നൊക്കെ തോന്നുമ്പോൾ നമുക്കതിൽ നിന്ന് ഇറങ്ങണം, അല്ലെങ്കിൽ വേറെ ജോലിക്ക് വേണ്ടി ശ്രമിക്കണം, വേറെ ഓർഗനൈസേഷനിൽ കയറണം എന്നൊക്കെ നമുക്ക് തോന്നുന്ന ഒരു രീതി. അല്ലെങ്കിൽ നമ്മളുടെ വീട്ടിൽ തന്നെ പേരൻസ് അല്ലെങ്കിൽ ബന്ധുമിത്രാദികളൊക്കെ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുന്നു, വളരെ കാർമികമായിട്ടുള്ള സിറ്റുവേഷനിൽ ഡീല് ചെയ്യുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സ് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്, ഇൻറ്റിമേറ്റ് ആണ് എന്നൊക്കെ വിചാരിച്ച് വെച്ചിരുന്നവർ നമ്മളെ വെച്ച് യൂസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എനർജി വാമ്പയേഴ്സ് ആയിട്ട് നമ്മളുടെ കൂടെ നിന്നുകൊണ്ട് നമ്മളെ തന്നെ എനർജി ഡ്രെയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം നമ്മൾക്ക് വേണം എന്നുള്ള രീതിയിൽ നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഒരു 75% മാത്രമേ നമ്മളതിൽ നിന്ന് മാറണം എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, അതായത് ഉത്തരത്തിലിരിക്കുന്നത് എനിക്ക് വേണം, പക്ഷേ എൻ്റെ കക്ഷത്തിലിരിക്കുന്നത് പോകാൻ പാടില്ല. അപ്പോൾ നമ്മൾ കൈ ഇങ്ങനെ ഇത്ര മാത്രമേ ഉയർത്തത്തുള്ളൂ. കാരണം മറ്റേത് ഉയർത്തിപ്പിടിക്കാൻ അല്ലെങ്കിൽ പിടിച്ചെടുക്കാനായിട്ട് നമ്മൾ ശ്രമങ്ങൾ നടത്താനായിട്ട് നമ്മൾ ഫുൾ കോൺഫിഡൻസോട് കൂടി നമ്മുടെ ഭയമൊന്നുമില്ല, എനിക്ക് ഇത്രയും നാൾ എൻ്റെ ജീവിതത്തിൽ നല്ലതൊന്നും സെർവ് ചെയ്യാത്തത് പോയാൽ മാത്രമേ നമ്മൾ ആ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തു വരും. അങ്ങനെ ആ കംഫർട്ട് സോണിൽ നിന്ന് നമ്മൾ പുറത്തു വന്നാൽ മാത്രമേ എൻ്റെ ജീവിതത്തിന് വളരെ സൂട്ടബിളായിട്ട് അല്ലെങ്കിൽ നമ്മുടെ വളർച്ചയ്ക്കും നമ്മളുടെ ഉയർച്ചയ്ക്കും നമ്മളുടെ വിജയത്തിനും വേണ്ടിയിട്ട് പ്രപഞ്ചശക്തി എന്തെല്ലാം നമ്മൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നോ അത് നമ്മളുടെ ആ ഒരു റിസീവിങ് മോഡിൽ നിന്ന് റിസീവ് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ള രീതിയിൽ നമ്മൾ അത്തരത്തിലൊരു മോഡിലേക്ക് ഉയർന്നുകൊണ്ട് വൈബ്രേഷൻ എനർജി ലെവൽ നമ്മൾ റൈസ് ചെയ്തുകൊണ്ട് നമ്മൾ ആ ഒരു രീതിയിൽ നിൽക്കുമ്പോൾ നമ്മൾ കൈകളങ്ങ് ഉയർത്തി ആ മുകളിലിരിക്കുന്ന അല്ലെങ്കിൽ നമ്മളുടെ ആഗ്രഹത്തിനെ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഉയർത്തുമ്പോൾ നമ്മളുടെ കയ്യിലിരിക്കുന്ന ആ ഒരു കാര്യങ്ങളെല്ലാം ഡ്രോപ്പായി പോകും. അങ്ങനെ ആണ് ചെയ്യേണ്ടത്. പക്ഷേ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് പോയാൽ എന്ത് ചെയ്യും, എല്ലാം അങ്ങ് നമ്മൾ എങ്ങനെയാണ് വിട്ട് കളയുന്നത്, ഓർമ്മകളല്ലേ, അല്ലെങ്കിൽ വേദനകളല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒരുപാട് സ്നേഹിച്ചതല്ലേ എന്നുള്ള രീതിയിൽ നമ്മളിലുള്ള
അറ്റാച്ച്മെൻറ്റ്, അല്ലെങ്കിൽ നമ്മളിലുള്ള അഡിക്ഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ ആ ഒരു ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളുടേതായിട്ടുള്ള ആ ഒരു പോരായ്മ, അതൊക്കെ വെച്ചുകൊണ്ട് നമ്മൾക്ക് മൊത്തവുമായിട്ട് നമ്മൾ റിമൂവ് ചെയ്ത് കളഞ്ഞുകൊണ്ട് പാസ്റ്റിലുള്ളത് നമ്മൾക്ക് നല്ലത് സെർവ് ചെയ്യാത്തതിനെല്ലാം പൂർണ്ണമായും തിരസ്കരിച്ചതുകൊണ്ട് നമ്മൾക്ക് അടുത്ത ഒരു ആഗ്രഹത്തിനെ നേടിയെടുക്കാൻ, അല്ലെങ്കിൽ എനിക്ക് തന്നെ ഒരു മാറ്റം വരുത്താനായിട്ട് നമുക്ക് പൂർണ്ണ മനസ്സോടുകൂടി, തുറന്ന മനസ്സോടുകൂടി ഒന്നിനെ തിരസ്കരിച്ചുകൊണ്ട് മറ്റതിനെ എടുക്കാനായിട്ട് നമ്മൾ വില്ലിങ് അല്ലാത്ത ഒരവസ്ഥ. അതാണ് മാനിഫെസ്റ്റേഷൻസ് നമ്മുടെ റിയാലിറ്റിയിലേക്ക് വരാത്തതിൻ്റെ ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ 75% നമ്മളുടെ പഴയതെല്ലാം നമ്മൾ ഡ്രോപ്പ് ചെയ്തു. ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ അവരുമായിട്ട് ബന്ധപ്പെടുന്ന രീതിയിലുള്ള ഫോട്ടോസ്, അല്ലെങ്കിൽ മെമ്മറീസ്, അല്ലെങ്കിൽ ഒരു വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് വയ്ക്കുക, ഇൻസ്റ്റാഗ്രാം, അങ്ങനത്തെ സോഷ്യൽ നെറ്റ്വർക്ക്സ്, അല്ലെങ്കിൽ നമുക്ക് സോഷ്യലി നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മുടെ മെയിൽ, അങ്ങനത്തെ കാര്യങ്ങൾ അതിൽ, അല്ലെങ്കിൽ മെയിൽ ഐ ഡിയിൽ അവർ തന്നിരിക്കുന്ന മെസ്സേജ് എല്ലാം നമ്മൾ റിമൂവ് ചെയ്തു. അവരുടെ നമ്പർ നമ്മൾ റിമൂവ് ചെയ്തു, അല്ലെങ്കിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചു, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ നമ്പർ നമ്മൾ ബ്ലോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെയൊക്കെ നമ്മൾ പൂർണ്ണമായും ഒരു 75% വരെയൊക്കെ നമ്മൾ ആ ഒരു രീതിയിൽ ഇതിൽ നിന്ന് പുറത്ത് കടക്കാനായിട്ടുള്ള ശ്രമം നടത്തുമ്പോൾ പ്രപഞ്ചശക്തി വലിയ ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടിടും. അപ്പോൾ പ്രപഞ്ചശക്തിയോട്, അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ഈശ്വരീയ ശക്തിയോട് ദേഷ്യം തോന്നുകയല്ല വേണ്ടത്. അവിടെ കണക്ക് കൂട്ടുന്നത്, കുഞ്ഞേ നീ ഇതിൽ നിന്ന് നടന്നു നീങ്ങാൻ വേണ്ടി പല കാര്യങ്ങളും 3-4 ദിവസം കൊണ്ടൊക്കെ ചെയ്തു, ശരി, അത് ഈ ഒരു ശക്തി കാണുന്നുണ്ട്. അപ്പം ഇനി നിങ്ങളുടെ മുമ്പിൽ ഒരു ഓപ്പർച്യൂണിറ്റി കൊണ്ടിട്ട് തന്നാൽ, പാസ്റ്റിൽ നിന്നുള്ള പല ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിൽ ഇട്ട് തന്നാൽ നിങ്ങൾ സങ്കടപ്പെട്ട് അതിൽ വളരെയധികം ഡിപ്രസ്ഡായി, അല്ലെങ്കിൽ ആ ഒരു സങ്കട ആഴക്കടലിലേക്ക് നമ്മുടെ ഇമോഷൻസിൽ അങ്ങ് വീണുപോയി അവിടെ കിടക്കുമോ, അല്ലെങ്കിൽ നിങ്ങൾ പിന്നോട്ട് നടക്കാനായിട്ടൊരു ശ്രമം നടത്തുമോ, അതല്ലെങ്കിൽ ഇത്തരത്തിലൊരു ഓപ്പർച്യൂണിറ്റി എൻ്റെ മുന്നിൽ തന്നതിന് പ്രപഞ്ചശക്തിയോട് നമ്മൾ വളരെയധികം ഗ്രേറ്റ്ഫുൾ ആയിക്കൊണ്ട് താങ്ക് യു പറഞ്ഞുകൊണ്ട് നമ്മളുടെ മെൻ്റൽ സ്ട്രെങ്ത്തിനെ എത്രത്തോളം ഉയർത്താമോ അത്രയും ഉയർത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് സഞ്ചരിക്കുമോ എന്നുള്ള രീതിയിലാണ് പല ഓപ്പർച്യൂണിറ്റീസും നിങ്ങളുടെ മുന്നിൽ വരുന്നത്. പക്ഷേ നമ്മൾ അവിടെ എന്താണ് ചെയ്യുന്നത്? നമ്മളുടെ ഇൻ്റലിജൻസിനെ വളരെ താഴ്ത്തിക്കൊണ്ട്, നമ്മളുടെ ഇമോഷൻസിനെ വളരെയധികം ഉയർത്തിക്കൊണ്ട്, എത്ര വിചാരിച്ചിട്ടും പറ്റുന്നില്ല. ഓരോരോ പ്രശ്നങ്ങൾ മുന്നിൽ വന്നിങ്ങനെ വീണുകൊണ്ടിരിക്കുക. അതിൽ നിന്നൊന്നും കരകയറിക്കൊണ്ട്, അല്ലെങ്കിൽ നടന്നു നീങ്ങിക്കൊണ്ട് ഫുൾ കോൺഫിഡൻസ് കൂടി എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിൽ നമ്മളവിടെ നിന്ന് പോകുമ്പോൾ, നമ്മൾ സ്റ്റാഗ്നൻ്റായി നിന്ന് പോകുമ്പോൾ നമ്മൾക്കതിൽ നിന്ന് കരകയറണമെന്നുള്ള ആ ഒരു മാനിഫെസ്റ്റേഷൻ നടക്കില്ല. അതാണ് ഒന്നാമത്തെ പ്രധാനമായിട്ടുള്ള കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, അതൊരു ഉദാഹരണത്തിലൂടെ പറഞ്ഞു തരാം. അതായത് നമ്മൾ യൂണിവേഴ്സുമായിട്ട് എന്താണോ എൻ്റെ ആഗ്രഹം അതിലേക്ക് നമ്മളുടെ ആ ഒരു ഫ്രീക്വൻസി എനർജി ലെവലിനെ കൊണ്ടുവന്ന് അലൈൻ ചെയ്യണം. ഇപ്പം യൂണിവേഴ്സൽ എനർജിയിലേക്ക് നമ്മൾ പറയുകയാണ്, എനിക്ക് ഇന്നതാണ് ആഗ്രഹം, എനിക്ക് മാസം ഒരു 3 ലക്ഷം രൂപ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ വരുന്ന രീതിയിൽ പണം വേണം, അല്ലെങ്കിൽ എനിക്ക് നല്ലൊരു ജോലി വേണം, എനിക്കൊരു നല്ല കാറ് വേണം, എൻ്റെ ആഗ്രഹത്തിനനുസരിച്ചുള്ളൊരു കാറ് വേണം. കാറ് വേണം എന്ന് പറയുമ്പോൾ നമ്മൾ കടമൊക്കെ വാങ്ങിച്ച്, അല്ലെങ്കിൽ ആരുടെ സഹായം വാങ്ങിച്ചൊരു കാറ് നമ്മളുടെ വീട്ടിൽ കൊണ്ടിടുകയല്ല. അത് എല്ലാ ദിവസവും നമ്മൾ അതിനകത്ത് വേണ്ടുന്ന ഇന്ധനമൊക്കെ ഒഴിച്ച് പുറത്തു കൊണ്ടുപോവുക, അല്ലെങ്കിൽ അതിനെ സർവീസ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്ത് സൂക്ഷിക്കുക. അതിന് വേണ്ടിയിട്ട് നമുക്കെപ്പോഴും മറ്റുള്ളവരെ രീതിയിൽ, അവരുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾക്കും നിലകൊള്ളാൻ വേണ്ടിയിട്ട് എനിക്കിഷ്ടപ്പെട്ട രീതിയിൽ ഒരു കാറ് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ നല്ലൊരു വീട് വേണം, അല്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു മറ്റ് എൻ്റെ കൂടെയുള്ള കൂട്ടുകാർ, അല്ലെങ്കിൽ ബന്ധുക്കൾ, അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ആളുകളെയൊക്കെ പോലെ വളരെ വെൽ സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ജീവിതം വേണം എന്തൊക്കെയുള്ള രീതിയിൽ നമ്മൾ ആ ഒരു ആഗ്രഹം നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ യൂണിവേഴ്സുമായിട്ട് അലൈൻ ആവാത്തതിൻ്റെ കാരണം, നമ്മൾ ആഗ്രഹിച്ചു കഴിഞ്ഞിട്ട് 1-2 ദിവസം കഴിയുമ്പോൾ നമ്മളിലുള്ള ഇൻസെക്യൂരിറ്റി, അല്ലെങ്കിൽ നമ്മളുടെ പാസ്റ്റിലുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ നമ്മളുടെ ബന്ധത്തിലുള്ള ആളുകൾ, നമ്മളുടെ പേരൻസ് ഒക്കെ നമ്മൾക്ക് തന്നിട്ടുള്ള അനുഭവങ്ങൾ, അല്ലെങ്കിൽ അവർ ജീവിച്ച് വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മളിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്ത ആ ഒരു രീതികൾ, അല്ലെങ്കിൽ നമ്മൾക്ക് തന്നെ നെഗറ്റീവ് ആയിട്ട് തോന്നുന്നു, എൻ്റെ കയ്യിൽ കാശൊന്നുമില്ല, എനിക്കത്ര നല്ല ജോലിയൊന്നുമില്ല, എന്നിട്ട് ഞാൻ പിന്നെ ഇത്രയത്തിലൊക്കെ ആഗ്രഹിച്ചാൽ എങ്ങനെ നടക്കാനാ എന്നുള്ള രീതിയിൽ നമ്മൾ തന്നെ നമ്മളിലേക്ക് നെഗറ്റിവിറ്റി കുത്തി നിറയ്ക്കുന്ന രീതി ഒക്കെ ആകുമ്പോൾ നമ്മൾ യൂണിവേഴ്സൽ എനർജിയുമായിട്ട് അലൈൻ ആവാതെ നിൽക്കുമ്പോൾ ഇത് രണ്ടും 2 തട്ടാവും. അങ്ങനെ 2 തട്ടിലേക്ക് നിന്നാൽ നമ്മളുടെ മാനിഫെസ്റ്റേഷൻസ് ഒന്നും റിയാലിറ്റിയിലേക്ക് വരില്ല.
അതിനുള്ളൊരു ചെറിയ ഉദാഹരണം, അതായത് നിങ്ങളൊരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ ഒരു തുണി വാങ്ങിക്കാനായിട്ട് പോയി. അവിടെ ചെന്ന് നമ്മളവിടെ നിൽക്കുന്ന ഒരു സെയിൽസ് ഗേളിൻ്റെ അടുത്ത് എനിക്ക് ഇന്ന ഒരു ഡ്രസ്സ് വേണം എന്ന് പറഞ്ഞ് നമ്മളവിടെ നിൽക്കുകയും അവർ അതിനനുസരിച്ചുള്ള ആർക്ക് വേണ്ടിയിട്ട് എത്ര പ്രായമാണെന്നൊക്കെ ചോദിച്ച് ഒരു ഗോഡൗണിൽ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആ തുണികൾ, പല ടൈപ്പുള്ള തുണികൾ എടുക്കാൻ വേണ്ടി പോയി. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ ബന്ധത്തിലുള്ളവരോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരോ ആരുമാവട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നോ വാട്ട് എവർ ഇറ്റ് മേ ബി, അവിടെ നിന്നൊരു ഫോൺ കോൾ വരികയും നിങ്ങൾ ആ ഫോണും പിടിച്ച് നടന്ന് സംസാരിച്ച് അതൊരു മേജർ ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ആ റിസപ്ഷനിൽ അവിടെ കാണുന്ന കസേര ഉണ്ടെങ്കിൽ അവിടെ വന്നിരുന്ന് സംസാരിച്ച് ആ ഒരു പ്രശ്നത്തിലേക്ക് ഇറങ്ങിപ്പോയപ്പോൾ ഇമോഷണലി നമ്മൾ വളരെ ഡൗൺ ആയി, ചിലപ്പോൾ നമ്മൾ വളരെ ദേഷ്യപ്പെട്ടു, അല്ലെങ്കിൽ നമ്മൾ വളരെ ഡിപ്രസ്ഡായി ഒക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ ചുറ്റിന് എവിടെയാണ് നിന്നതെന്ന് പോലും ചിലപ്പോൾ മറന്നുപോകും. അങ്ങനെ നമ്മൾ ആ ഫോൺ വെച്ചിട്ട് അതിൻ്റെ ബാക്കി ലിങ്കിന് വേണ്ടിയിട്ട് അടുത്ത ആളിനെ വിളിച്ച് അത് കാര്യങ്ങൾ സംസാരിച്ചു, പിന്നെ അടുത്ത ആളിനെ വിളിച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ അതിന് ഒരു ചെറിയ ഒരു സൊല്യൂഷൻ കിട്ടി. ആ ഒരു രീതിയിൽ നമ്മൾ ആ ഒരു പ്രശ്നം ഒന്ന് സെറ്റിലായി കഴിയുമ്പോഴാണ് നമ്മൾ ചുറ്റിനും നോക്കുന്നത്, ഞാനിത് എവിടെ നിൽക്കുന്നേ, ഞാൻ ഇതിനെ ഇവിടെ വന്നേ, അതിൻ്റെ ഇടയ്ക്ക് ഒരു കോള് വന്നല്ലോ, ആകെ വന്ന കാര്യം നടന്നില്ല എന്നുള്ള രീതിയിൽ നമ്മൾക്ക് ഇമോഷണലി നമ്മളുടെ പാരാമീറ്റേഴ്സ് എല്ലാം പല രീതിയിൽ ഡിസ്ട്രാക്റ്റഡ് ആണ്. ചിലപ്പോൾ ദേഷ്യമായിരിക്കും, ചിലപ്പോൾ സങ്കടമായിരിക്കും, ചിലപ്പോൾ ഡിപ്രഷനായിരിക്കും, ചിലപ്പോൾ അവരെന്താ അങ്ങനെ ചെയ്തേ എന്നൊക്കെയുള്ള രീതിയിൽ നമ്മൾ എവിടെയാണ് ചെന്ന് ഒരു സെയിൽസ് ഗേളിൻ്റെ അടുത്ത് എനിക്ക് ഇന്ന തുണി വേണമെന്ന് പറഞ്ഞ ആ വ്യക്തിയെ പോലും നമ്മളുടെ ആ മുഖം നമുക്ക് ഓർക്കില്ല. നമ്മൾ ഓടി ഏതെങ്കിലും ഒരു സെയിൽസ് ഗേളിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ അവിടെ ആ ഫോൺ കോളിലുള്ള ദേഷ്യം എല്ലാം വെച്ചിട്ട് ഞാൻ എത്ര നേരമായി കടയിൽ വന്നിട്ട് ഒരു തുണി ചോദിച്ചതാണ്, എന്നിട്ട് എത്ര നേരമായിട്ട് എനിക്ക് കിട്ടിയില്ല എന്നുള്ള രീതിയിൽ പറയും. കാരണം എല്ലാ മനുഷ്യർക്കും അവർ ചെയ്യുന്ന ആക്ഷൻസ് വളരെ പെർഫെക്റ്റ് ആണെന്നുള്ള രീതിയിൽ നമ്മൾ മറ്റുള്ളവരെയാണ് കുറ്റം പറയുന്നത്. അപ്പോൾ അവർ പറയും, മാഡം ചോദിച്ചത് പിന്നെ ഞാൻ അപ്പോൾ ആ പർട്ടിക്കുലർ ആ സെയിൽസ് ഗേൾ വന്ന് പറഞ്ഞു, മാഡം നമ്മൾ ചോദിച്ച കാര്യം ഞാനിവിടെ എടുത്തിട്ടു, അപ്പോൾ മാഡത്തിന് ഫോൺ എന്തോ വന്നിട്ട് എങ്ങോട്ടോ പോയി, അപ്പോൾ എനിക്ക് വേറെ ജോലി ഉണ്ടായതുകൊണ്ട് അതെല്ലാം ഇവിടെ എടുത്ത് വെച്ചിട്ട് ഞാനും വേറെ കസ്റ്റമർ ഉണ്ടായിരുന്നു, അവരെ ഡീല് ചെയ്യാൻ വേണ്ടി പോയി എന്നൊക്കെയുള്ള രീതിയിൽ പറയുമ്പോൾ നമ്മൾ അവരുടെ ആ ഒരു നിലപാടോ ഈ ഫോൺ വരുന്നതിന് മുമ്പ് എന്ത് നടന്നെന്നോ നമ്മൾ ചിന്തിക്കില്ല. നമ്മൾ അവരുടെ അടുത്ത് തട്ടിക്കയറും, ഇങ്ങനെയാണ് കസ്റ്റമർ കടയിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യത്തില്ല, എൻ്റെ എത്ര സമയം പോയെന്നറിയാമോ എന്നൊക്കെ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ അവരെടുത്തിട്ട സാധനങ്ങളൊന്നും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെ മനസ്സ് മുഴുവനും ആ ഫോൺ കോളും അതുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രശ്നത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഒരു ആഗ്രഹം വെച്ചിട്ട് നമ്മൾ ആ ഒരു കടയിൽ ചെല്ലുകയും ഒരു തുണി എടുക്കണമെന്നുള്ള ആഗ്രഹം അവിടെ നടന്നില്ല. അപ്പോൾ ഇതൊന്നും കൊള്ളത്തില്ല, ഞാൻ പിന്നെ വന്നോളാം, അല്ലെങ്കിൽ വേറെ കടയിൽ പൊക്കോളാം എന്നുള്ള രീതിയിൽ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയും, മറിച്ച് നമ്മൾ ആ കടയിലേക്ക് ചെല്ലുമ്പോൾ നമുക്ക് ആഗ്രഹിച്ച് ഈ ഒരു കാര്യം നടക്കണം എന്നുള്ള രീതിയിൽ അവിടെ ചെല്ലുമ്പോൾ നമ്മൾക്ക് ഫോൺ കോൾ വരും, അല്ലെങ്കിൽ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് വരും, അല്ലെങ്കിൽ നമ്മുടെ പാസ്റ്റിൽ നമുക്ക് വഴക്കിട്ട് അല്ലെങ്കിൽ അങ്ങനെ നമ്മളുടെ എനർജി ഡിസ്ട്രാക്ട് ചെയ്യുന്ന ആളുകൾ അവിടെ വരും. അതൊക്കെ നമ്മളൊരു ഡീപ് ബ്രീത്ത് എടുത്ത് അതങ്ങ് കൂളാവുക, നമ്മുടെ ഇമോഷൻസിനെ താഴ്ത്തി വയ്ക്കുക, ഇൻ്റലിജൻസിനെ ഉയർത്തി വെച്ചുകൊണ്ട് അതൊക്കെ കടന്നുപോയതല്ലേ, അല്ലെങ്കിൽ നമുക്കതൊക്കെ ഫിക്സ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഇപ്പം ഞാൻ വന്നത് ഒരു തുണി എടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു കാര്യം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഇതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള രീതിയിൽ ആ പ്രസൻറ്റ് മൊമെൻറ്റിൽ ആ പ്രസൻറ്റ് സിറ്റുവേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നോ അതിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്ത് നിന്നാൽ നമ്മളുടെ ആഗ്രഹങ്ങൾ നടക്കും. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു നോട്ട്ബുക്ക് അല്ലെങ്കിൽ ഒരു വൈറ്റ് പേപ്പർ എടുത്ത് നമ്മൾക്ക് എന്താണോ നമ്മളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ആ ഒരു ആഗ്രഹം നടക്കുന്നത് വരെ കുറച്ച് കാര്യങ്ങൾ ആ പേപ്പറിൽ എഴുതുക. അതായത് നമ്മൾ ഇങ്ങനെ ഒരു വൈറ്റ് പേപ്പർ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് നമ്മളൊരു ആഗ്രഹത്തിനെ സെറ്റ് ചെയ്തു, അതായത് ഒരു 3 മാസത്തിനകം എനിക്ക് ഇന്ന ആഗ്രഹം സാധിച്ചു കിട്ടണം എന്നുള്ള രീതിയിൽ നമ്മളുടെ എനർജിയെ വളരെയധികം ഹൈ ലെവൽ അല്ലെങ്കിൽ ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നിർത്തുക. ഹൈ വൈബ്രേഷൻ എനർജിയിലേക്ക് നമ്മളുടെ എനർജിയെ മോൾഡ് ചെയ്ത് നിർത്തുക എന്ന് പറഞ്ഞാൽ, ചെറിയൊരു ഉദാഹരണം പറയാം, കേൾക്കുമ്പോൾ ചിരി വരും. അതായത് നമ്മളുടെ വീട്ടിൽ നമ്മൾ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചപ്പാത്തി കല്ലൊക്കെ വെച്ച് അതിൻ്റെ ചൂട് എത്ര കൂട്ടിയിട്ടാലും അങ്ങോട്ട് വെച്ച ഉടനെ ഒരു 2 സെക്കൻഡ് കഴിയുമ്പോൾ ചപ്പാത്തി മറിച്ചും തിരിച്ചും ഇട്ട് അതിനെ ചുട്ടെടുക്കാമെന്ന് വെച്ചാൽ ആ ചപ്പാത്തി പൊള്ളില്ല, വേവില്ല, നമ്മളുടെ രീതിക്ക് വരില്ല. എന്നാൽ
ഒരു 5 മിനിറ്റ് നമ്മൾ ആ കല്ല് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ അതിന് നല്ല ടെമ്പറിലാവും, അല്ലെങ്കിൽ നല്ല ചാർജിലാവും, നല്ല ചൂടാവും. ആ ഒരു രീതിയിലേക്ക് എത്തുമ്പോൾ നമ്മൾ പിന്നെ ഒന്നും ചെയ്യേണ്ട, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ട് ഓരോന്നോരോന്ന് എടുക്കുന്നതിനനുസരിച്ച് ആ ചപ്പാത്തി വേവുകയും നല്ല രീതിയിൽ പൊള്ളി വരികയും ഒക്കെ ചെയ്യും. അപ്പോൾ ഹൈ വൈബ്രേഷൻ എനർജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഭയം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ബിലീഫ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ സ്വഭാവ സവിശേഷത, മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവരെന്ത് ചിന്തിക്കും എന്നൊക്കെയുള്ള ഈ രീതികളെല്ലാം മാറ്റി നമ്മുടെ ലോ വൈബ്രേഷനിൽ നിന്ന് ഹൈ വൈബ്രേഷനിലേക്ക് നമ്മൾ റൈസ് ചെയ്താൽ, നമ്മളെ തന്നെ ഷിഫ്റ്റ് ചെയ്താൽ, ഈ ചപ്പാത്തിക്കല്ല് പോലെ നമ്മൾ എപ്പോഴും വളരെ ചാർജ്ഡ് ആയിരിക്കും. നമ്മൾ ചുറ്റിനും ഒന്നും നോക്കില്ല, നമ്മളുടെ മാനിഫെസ്റ്റേഷൻസിൽ എപ്പോഴും വളരെ ഫോക്കസ്ഡ് ആയിരിക്കും, നമ്മൾ പ്രപഞ്ചശക്തിയുമായിട്ട് എപ്പോഴും കണക്റ്റഡ് ആയിരിക്കും, നമ്മളുടെ ആഗ്രഹങ്ങളെല്ലാം റിയാലിറ്റിയിലേക്ക്, ഫിസിക്കൽ വേൾഡിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മോഡിൽ നിന്നുകൊണ്ട് നമ്മളുടെ ആഗ്രഹത്തിനെ സെറ്റ് ചെയ്തതിന് ശേഷം ആ ആഗ്രഹം നിറവേറുന്നത് വരെ എല്ലാ ദിവസവും രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ഇങ്ങനെ ഒരു പേപ്പർ അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് വാങ്ങിച്ച് എഴുതുക. അതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ആഗ്രഹം നടക്കുമ്പോൾ അതെങ്ങനെ ഇരിക്കും. അതായത് എനിക്ക് എല്ലാ മാസവും എൻ്റെ അക്കൗണ്ടിലേക്ക് 3 ലക്ഷം രൂപ കിട്ടണം. അപ്പോൾ ആ 3 ലക്ഷം രൂപ എൻ്റെ അക്കൗണ്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ആ ഒരു നിലപാട് എങ്ങനെയായിരിക്കും? ഭയങ്കര സന്തോഷമായിരിക്കും, വളരെ കോൺഫിഡൻ്റ് ആയിരിക്കും, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ എനിക്ക് ജീവിക്കാൻ സാധിച്ചല്ലോ എന്നായിരിക്കും. അത് ഓരോരുത്തർക്കും വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ എഴുതുക. എങ്ങനെയായിരിക്കും ആ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിലേക്ക് വരുമ്പോൾ. ഇനി രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ, അത് എന്നിൽ എങ്ങനെ അനുഭവപ്പെട്ടു, അല്ലെങ്കിൽ ആ ഒരു ആഗ്രഹം എൻ്റെ ജീവിതത്തിൽ വന്നപ്പോൾ ഏത് രീതിയിലാണ് എനിക്ക് ഫീലിംഗ് വന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാറ് എനിക്ക് കിട്ടിയപ്പോൾ ആ ഒരു ഫീലിംഗ് എങ്ങനെയായിരുന്നു. പണ്ട് ഞാൻ ജോലിക്ക് പോകുമ്പോൾ ബസ്സൊക്കെ പിടിച്ച് തള്ളിനകത്ത് ഇടിക്കകത്ത് കിടന്ന് കുത്തി മറിഞ്ഞ് അല്ലെങ്കിൽ ടിക്കറ്റൊക്കെ എടുത്ത് അവിടെ ചെന്നിറങ്ങി ആകെ മുഷിഞ്ഞ് പോകുന്ന ആ ഒരു സ്ഥാനത്ത് ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടിയിൽ ഞാൻ ഡ്രൈവ് ചെയ്ത് എൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ ഓർഗനൈസേഷനിൽ ചെന്ന് കയറുമ്പോൾ എനിക്ക് എങ്ങനെ അത് ഫീൽ ചെയ്തു. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ ഈ ആഗ്രഹം എന്തുകൊണ്ട് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നു. ഈ ആഗ്രഹത്തിനെ ഞാൻ എന്തുകൊണ്ടാണ് ഒരുപാട് സ്നേഹിക്കുന്നത്? അതിനും നിങ്ങൾക്ക് ഒരുപാട് കാരണങ്ങൾ ഉണ്ടാവും. പിന്നെ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ആഗ്രഹം എനിക്ക് യൂണിവേഴ്സ് എന്തുകൊണ്ടാണ് നിറവേറ്റി തന്നത്. ഈ പ്രപഞ്ചശക്തി അല്ലെങ്കിൽ ഡിവൈൻ ഫോഴ്സസ് അല്ലെങ്കിൽ യൂണിവേഴ്സ് അല്ലെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുന്ന ശക്തി എന്തുകൊണ്ട് ഈ ആഗ്രഹം നിങ്ങൾക്ക് നിറവേറ്റി തന്നു? ഞാൻ അത്രയും ഗ്രേറ്റ്ഫുള്ളായിരുന്നത് കൊണ്ട്, അല്ലെങ്കിൽ ഞാൻ അത്രത്തോളം നല്ല കാര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിലോ ഒക്കെ ചെയ്തതുകൊണ്ട്, അല്ലെങ്കിൽ എൻ്റെ കർമ്മങ്ങളെല്ലാം ധർമ്മങ്ങളാക്കിക്കൊണ്ട് ഞാൻ എപ്പോഴും വളരെ ന്യൂട്രൽ പൊസിഷനിൽ നിന്നതുകൊണ്ട്, എന്താണെന്ന് വെച്ചാൽ അത് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നത് വരെ ഒരു പേപ്പറിൽ അല്ലെങ്കിൽ നോട്ട്ബുക്കിൽ എല്ലാ ദിവസവും ഉറങ്ങുന്നതിന് മുമ്പ് ഈ കാര്യം എഴുതുക. അങ്ങനെ നമ്മൾ എഴുതുമ്പോൾ നമ്മളുടെ ആഗ്രഹത്തിൽ നിന്ന് നമ്മൾ ഒരിക്കലും നെഗറ്റിവിറ്റിയിലേക്ക് പോകുന്നില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ, നമ്മൾ ആഗ്രഹങ്ങളെ ആഗ്രഹിക്കുക, ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുക, നിങ്ങളുടെ മൈൻഡ് സെറ്റ് ആദ്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റുക. പിന്നെ നമ്മൾ യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ അറിവുകളൊക്കെ എനിക്ക് അറിയാൻ കഴിഞ്ഞല്ലോ, അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ മുന്നിലുള്ള ചിന്തകളെ എനിക്ക് മാറ്റാൻ സാധിച്ചല്ലോ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ടെക്നിക്സൊക്കെ ചെയ്ത് കൊച്ചു വലിയ വലിയ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ജീവിതത്തിലേക്ക് നടക്കാൻ സാധിച്ചല്ലോ. എല്ലാത്തിനും പ്രപഞ്ചശക്തിയോട് എപ്പോഴും വളരെ ഗ്രേറ്റ്ഫുള്ളായിരിക്കുക. ഇങ്ങനെയാണ് നമ്മളുടെ മാനിഫെസ്റ്റേഷൻസിന് ബ്ലോക്കിങ് ഒന്നും വരാതെ, നെഗറ്റിവിറ്റി ആയിട്ട് അതില്ലാതായി പോവാതെ നമ്മളെപ്പോഴും നമ്മളുടെ ആഗ്രഹങ്ങളെ നിറവേറ്റുന്നത്. എപ്പോഴും പറയുക, ഐ ആം വെരി കംഫർട്ടബിൾ ആൻഡ് കോൺഫിഡൻറ്റ് ടു അച്ചീവ് ഓർ അറ്റെയിൻ ആ ഒരു ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ മൈ ലൈഫ് എന്ന് നിങ്ങൾ എപ്പോഴും നിങ്ങളോട് പറയുക. അപ്പോൾ ഈ അറിവ് മറ്റുള്ളവർക്ക് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക, പകർന്നു കൊടുക്കുക. കൂടുതൽ ആൾക്കാർ എൻ്റെ ചാനലിന് സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.